വർഷം സിനിമയെ വളരെ ഗൗരവത്തോടെ കാണുന്ന വ്യക്തിയാണ്. ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ മാറ്റം അത് കാലത്തിൻ്റെ മാറ്റമാണോ, അതോ പ്രേക്ഷകനുണ്ടായ മാറ്റമാണോ, അതോ സിനിമ നിർമ്മിക്കുന്നവരുടെ മാറ്റമാണോ? ഇത് വാസ്തവത്തിൽ ഇത് മൂന്നുമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഒരു ദൗർഭാഗ്യം എന്ന് പറയേണ്ടത് ഞാനതെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ തമിഴിലുണ്ടായ 1-2 സിനിമകൾ, പരുത്തിവീരൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യപുരം, എന്നിട്ട് മലയാളത്തിലെ ഒരു ഏറ്റവും പ്രമുഖമായ ഒരു ചാനൽ അവാർഡിൽ പോലും പ്രത്യേക പരിഗണനയായി ഈ സുബ്രഹ്മണ്യപുരം അംഗീകരിക്കപ്പെടുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതേ സമയത്ത് മലയാളത്തിൽ ഇറങ്ങിയ തലപ്പാവ് അല്ലെങ്കിൽ തിരക്കഥ അല്ലെങ്കിൽ അടയാളങ്ങൾ തുടങ്ങിയ സിനിമകൾ അല്ലെങ്കിൽ അത്തരം സിനിമകൾ ആൾക്കാർ കാണുന്നില്ല. അത് തിയേറ്ററിൽ പോയി കാണാത്ത പ്രേക്ഷകരാണ് ഈ സിനിമകളുടെ മറ്റു ചില മാർക്കറ്റ്. ആ സിനിമകൾ മോശമെന്നല്ല ഞാൻ പറയുന്നത്, ആ സിനിമകൾ നല്ലതാണ്. പക്ഷെ നമ്മൾ 70-കളുടെ അല്ലെങ്കിൽ 80-കളുടെ അല്ലെങ്കിൽ 90-കളുടെ കാലത്ത് ആലോചിച്ചാൽ പത്മരാജനും ഭരതനും മലയാളത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സമയത്തും തമിഴിൽ കെ ബാലചന്ദ്രനും ഭാരതിരാജയും മഹേന്ദ്രനും കോമൾ സ്വാമിനാഥനും പോലെയുള്ള സിനിമാക്കാര് വളരെ ശക്തമായി കല്ലുക്കുള്ളീറം എന്ന് പറഞ്ഞൊരു സിനിമ, തണ്ണീർ തണ്ണീർ എന്ന് പറഞ്ഞൊരു സിനിമ, അല്ലെങ്കിൽ നെഞ്ചത്തേക്കുള്ളാതെ പാലയവനിച്ചോല എന്നൊക്കെ പറഞ്ഞ സിനിമകൾ, അത്തരം സിനിമകൾ ഈ പരുത്തിവീരനൊക്കെ പോലെയുള്ള, ഇപ്പൊ ഞാൻ പറയട്ടെ വേദം പുതിയത് എന്ന് പറഞ്ഞിട്ട് ഭാരതിരാജയുടെ ഒരു സിനിമയുണ്ട്, അതിനപ്പുറം ഒന്നും ഒരുപക്ഷെ ഈ സിനിമകൾ കാഴ്ചവെക്കുന്നില്ല. ആ സിനിമകൾ കാണാത്ത തലമുറയാണ് ഈ സിനിമയെ ആഘോഷിക്കുന്നത്. അന്നും ആ സിനിമകൾ ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് നമ്മുടെ പ്രേക്ഷകർ ആ സിനിമകളെ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ പത്മരാജന്റെയും ഭരതന്റെയും സിനിമകളും അംഗീകരിച്ചിരുന്നു. ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തലമുറ നമ്മുടെ ഈ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാതെ അതേസമയം ഇത് DVD ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ടെലിവിഷനിൽ കാണുമ്പോഴോ ഇതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയുകയും. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ഇപ്പൊ തലപ്പാവ് എന്ന് പറഞ്ഞൊരു സിനിമ എന്തുകൊണ്ട് വിജയിച്ചില്ല, ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചപ്പോൾ അതിനൊരു അവാർഡ് സിനിമ എന്ന് പറഞ്ഞ് പ്രേക്ഷകർ കാണാതിരിക്കുകയാണ്. അപ്പൊ കാണാതൊരു പ്രേക്ഷകൻ എങ്ങനെ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? മലയാളത്തിൽ സിനിമ ഉണ്ടാവുന്നില്ല. മലയാളത്തിൽ സിനിമ ഉണ്ടാവുന്നുണ്ട്, നല്ല സിനിമകൾ ഉണ്ടാവുന്നുണ്ട്, ആ സിനിമകൾ പ്രേക്ഷകർ കാണുന്നില്ല, അത് വിൽക്കുന്നില്ല, പിന്നീട് സിനിമ ഉണ്ടാവുന്നില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഉണ്ടാകാത്തപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ നിർമ്മാതാവ് ഷുവർ ബെറ്റിനെ പോകുള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആത്യന്തികമായി, കാരണം ഇതൊരു കഥ എഴുതുന്നത് പോലെയോ കവിത എഴുതുന്നത് പോലെയോ ഈവൻ ഒരു നൃത്തം നടത്തുന്നത് പോലെ പോലുമല്ല. ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉള്ള, ഒരുപാട് പണം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മാധ്യമമാണ്. സ്വാഭാവികമായും അവരുടെ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിരിക്കും അവരെ നടത്തുക. അങ്ങനെ അത് പോകും. പിന്നെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാട്, തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ചപ്പാട് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇനി പ്രേക്ഷകർക്ക് വേണ്ടത് എന്ന മുൻവിധിയോടുകൂടി സിനിമാക്കാരുടെ ഒരു സമീപനമുണ്ട്. അതാണ് വാസ്തവത്തിൽ ഇതിനകത്ത് ഏറ്റവും അപകടകരം. ഉദാഹരണം, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു മോഹൻലാൽ സിനിമ, ആ സിനിമ ആദ്യ അവസാനം പോയിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് സിനിമ ദൃശ്യമാധ്യമം എന്നാണല്ലോ, അപ്പോൾ കാണേണ്ട മാധ്യമമാണ്. നമുക്ക് ഛർദ്ദിക്കാതെ അല്ലെങ്കിൽ തലകറങ്ങാതെ കാണാൻ പറ്റില്ല. ക്യാമറ മുഴുവൻ ക്യാമറ ഷേക്ക് ചെയ്യാം, സ്പ്ലിറ്റ് സ്ക്രീൻ കൊണ്ടുവരാം, ഗ്രാഫിക്സ് കൊണ്ടുവരാം. എന്തിന് എന്നൊരു ചോദ്യത്തിന് മറുപടി പറയണം. അതിന് എഫക്ട്സ് ഇതെല്ലാം ടൂൾസാണ്. നമുക്ക് പേനയിൽ നീലമഷി ഉപയോഗിക്കാം, മഞ്ഞമഷി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്ലാഷ് ബാക്ക് ഉപയോഗിക്കാം. നമുക്ക് കറുത്ത ഷർട്ട് ഇടാം. നമുക്ക് എല്ലാത്തിനും ഒരു അർത്ഥം ഉണ്ടാവണം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, സിനിമയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അതെന്തിന് എന്നൊരു ചോദ്യത്തിന് അത് മറുപടി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതല്ല ഗിമ്മിക്സ് എന്നുള്ള രീതിയിൽ ഇത് ആദ്യം മുതൽ അവസാനം വരെ വരുമ്പോൾ പ്രേക്ഷകനെ സ്വാഭാവികമായി സിനിമയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫെസ്റ്റിവലുകൾ വരുന്നുണ്ട് എല്ലാ വർഷവും. എത്രത്തോളം നല്ല സിനിമകൾ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പൊ ചലച്ചിത്ര അക്കാദമിയുടെ ഫെലോഷിപ്പ് കിട്ടിയ വ്യക്തിയാണ്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെ, ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഇങ്ങനെ എത്രത്തോളം നല്ല സിനിമകൾ എത്തിക്കാൻ പറ്റുന്നുണ്ട്? ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെയും ഒരുപക്ഷെ ബംഗാളിന്റെയും ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ സംസ്കാരം വളർന്നു വന്നത് ഈ ചെറിയ കാലയളവാണെങ്കിലും നമ്മൾ ഇത്രത്തോളം സിനിമയുടെ കാര്യത്തിൽ പ്രബുദ്ധത നേടാൻ കാരണം ലോകത്തെ തന്നെ ഏറ്റവും മഹാന്മാരായിട്ടുള്ള 2 ഇന്ത്യൻ സിനിമാക്കാരിൽ ഒരാൾ മലയാളത്തിൽ നിന്ന് വരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നത് വാസ്തവത്തിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെ ഒരു പങ്കാണ്. അപ്പോൾ ഒരു കാലത്ത് കേരളത്തിൽ 70-കളിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം അത്രമേൽ ശക്തമായിരുന്നു. നല്ല സിനിമകൾ അന്നു മുതലേ നമ്മൾ വിദേശത്തു നിന്നാണെങ്കിലും കഷ്ടപ്പെട്ട് വരുത്തി കാണുന്ന, അത് സിനിമ ഫോർമാറ്റിൽ തന്നെ, ഇന്നത്തെ പോലെ DVD ആയിട്ടല്ല, സിനിമ ഫോർമാറ്റിൽ തന്നെ വരുത്തി കാണുന്ന ഒരു ശീലവും നല്ല സിനിമയെക്കുറിച്ച് അങ്ങനെ എക്സ്പോഷറും നമുക്കൊരു എന്താ പറഞ്ഞ ഒരു സ്വാഭാവികമായി നമുക്ക് കിട്ടിയ ഒരു കൾച്ചറൽ ഒരു നീക്കിയിരിപ്പാണ്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് കണ്ടാൽ മതി ചലച്ചിത്രമേളകളെ. വാസ്തവത്തിൽ അന്ന് തുടങ്ങിയ ഇതിന്റെ കുറച്ചുകൂടി മെഗാ ആയിട്ടുള്ള, പക്ഷെ ഇന്ത്യൻ ചലച്ചിത്രമേളയ്ക്ക് പറ്റിയൊരു തകരാറ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗോവയിലൊക്കെ ചലച്ചിത്രമേളകൾ, അത് സഞ്ചരിക്കുന്ന ചലച്ചിത്രമേള ആയിരുന്നപ്പോഴും ഡൽഹിയിൽ നടത്തിയിരുന്നപ്പോഴും അതിന്റെ സെലക്ഷനിലും അത് സിനിമ കാണാനായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ എക്കോ ടൂറിസം അല്ലെങ്കിൽ നമ്മളിപ്പോൾ
എന്താ പറയുക ആയുർ ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട് ആയുർവേദവും ടൂറിസവുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന പോലെ അത് എന്തുമാത്രം ഈ ആയുർവേദ മെഡിക്കൽ രംഗത്തിന് എന്തുമാത്രം കോട്ടം വരുത്തിയോ അതുപോലെ ഒരു പക്ഷേ നമ്മുടെ സിനിമാ സാക്ഷരതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സിനിമാ കാഴ്ചയുടെ സംസ്കാരത്തിന് ഈ ഗോവൻ ചലച്ചിത്രമേള കോട്ടം വരുത്തിയിട്ടുണ്ട്. കാരണം അതൊരു ഒരു ഒരു ഫിലിം ഫെസ്റ്റിവൽ ടൂറിസം എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി, ആഭ്യന്തര ടൂറിസത്തിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ വരുന്നവർ പലപ്പോഴും സിനിമ കാണുകയല്ല അവരുടെ അജണ്ട, സിനിമ കാണുകയും ഒരു അജണ്ടയാണ്. പക്ഷെ ഡെലിഗേറ്റ്സിന്റെ പ്രധാന അജണ്ട സിനിമ കാണലല്ല എന്ന് വരുന്ന ഒരു രീതിയിലേക്ക് ആ സിനിമ മാറിയിട്ടുണ്ട്, സിനിമ ഫെസ്റ്റിവൽ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവൽ, ബോംബെയിലെ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവൽ, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, നമ്മുടെ കേരളത്തിന്റെ തിരുവനന്തപുരം ചലച്ചിത്രമേള, ഈ ചലച്ചിത്രമേളകൾ തീർച്ചയായിട്ടും ഇപ്പൊ കഴിഞ്ഞ ഫെസ്റ്റിവലിലാണെങ്കിൽ പോലും കഴിഞ്ഞ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് വേണ്ടത്തെ IFFK കുറിച്ചുള്ള പരാതി വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നില്ല എന്നുണ്ട്. പക്ഷേ കണ്ടതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു എന്നുമുണ്ട്. അപ്പോൾ ഒരു മിനിമം ആവറേജ് അല്ലെങ്കിൽ എബോവ് ദി ലെവൽ ആവറേജ് ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ എക്സ്ട്രാ ഓർഡിനറി ഉണ്ടാവാത്തത് ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ വന്നിട്ടുള്ള നമ്മൾ ഈ നേരത്തെ പറഞ്ഞുള്ള പ്രേക്ഷകൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നുള്ള ആ ഒരു ട്രയാങ്കിളിന്റെ മൂല്യശോഷണം കൊണ്ടായിരിക്കാം അത്രയും എക്സ്ട്രാ ഓർഡിനറി വരാത്തത്. പക്ഷെ എല്ലാം ഒരുമാതിരി ആവറേജിന് മുകളിലുണ്ടായിരുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഗിമിക്സ് മാത്രമല്ല, നമ്മൾ ഹോളിവുഡ് സിനിമകൾ, നമുക്ക് കിട്ടുന്ന ഹോളിവുഡ് സിനിമകൾ ഇപ്പം നമ്മുടെ രണ്ട് പ്രതിഭകളെ പോലും ഓസ്കാറിൽ അംഗീകരിക്കപ്പെട്ട സിനിമ പോലും ഒരു പക്ക ഇന്ത്യൻ രീതിയിൽ, ഒരു ബോളിവുഡ് സിനിമയുടെ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത്തരം ഹോളിവുഡ് സിനിമകളല്ല സിനിമകൾ ഇങ്ങനെയും ഉണ്ടാക്കാമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തീർച്ചയായിട്ടും ഫെസ്റ്റിവലുകളാണ്. ഫെസ്റ്റിവലുകളിൽ ഇപ്പം പണ്ടൊക്കെ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അല്ലെ ബുദ്ധിജീവികൾക്ക് മാത്രമുള്ള ഒന്നായി പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേർ അവരുടെ പഠനത്തിന്റെ ഭാഗമായി തന്നെ ഒരുപാട് പേര് വരുന്നു. പക്ഷെ ഇപ്പൊ ഫിലിം സൊസൈറ്റികളിലാണെങ്കിൽ പോലും സിനിമകൾ കണ്ടിട്ട് ഗൗരവപരമായ ചർച്ചകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫെസ്റ്റിവലുകളിൽ സിനിമകൾ കണ്ടിട്ട് വെറുതെ ഇറങ്ങി പോകുന്നവരാണ് അല്ലെ, ഓപ്പൺ ഫോറത്തിൽ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ മാത്രമാണ്. അതിനെക്കുറിച്ച് എങ്ങനെ പറയാം? അതിലും എന്താണ് അതിന്റെ കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം, എനിക്കത് അത്ര ഞാൻ പറയുന്നതല്ല, ഈ പഠനത്തിന്റെയും വന്നിട്ടുള്ള ഒരു തകരാറ്. ഇപ്പോൾ നമ്മുടെ ഫെസ്റ്റിവലിൽ കാണുന്നവരുടെ അംഗസംഖ്യ കൂടിയിട്ടുണ്ട്. പക്ഷെ ആ കൂടിയിരിക്കുന്നത് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഈ കുട്ടികളിൽ ഇപ്പം എഡിറ്റിംഗ് പഠിക്കുന്ന ആള്, അയാളുടെ ലക്ഷ്യം ഒരു ഫിലിം എഡിറ്റർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അയാൾ ഒരു ടെലിവിഷനിൽ എഡിറ്റർ ആവാം, അങ്ങനെ. അപ്പം എഡിറ്റിംഗ് പഠിക്കുന്ന ആൾ ആ സിനിമയുടെ എഡിറ്റിംഗ് എന്നുള്ള ആസ്പെക്ട് മാത്രമേ കാണുന്നുള്ളൂ. സിനിമ ആസ് എ ഹോൾ, അതൊരു സമഗ്രമായ ഒരു വിഷ്വൽ, ഒരു ദൃശ്യ മാധ്യമം എന്നുള്ള രീതിയിൽ അതിനെ കാണുന്നില്ല. അതിലെ എഡിറ്റിംഗ്, അതിന്റെ സൗണ്ട് റെക്കോർഡിംഗ്, അല്ലെങ്കിൽ അതിന്റെ ഛായാഗ്രഹണം. അപ്പൊ ഞാൻ പറയട്ടെ, ആ സിനിമയിലെ ആ ഒരു ഷോട്ട് അത് ഗംഭീരമായി എന്ന് പറയുന്നിടത്ത് ആ സിനിമ പരാജയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അല്ലെങ്കിൽ ആ കാണുന്ന ആൾക്ക് പരാജയം സംഭവിച്ചു എന്ന് വിശ്വസിക്കും. കാരണം അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഷോട്ടായിട്ട് മാത്രം നമുക്ക് ആ സിനിമയെ കാണാൻ പറ്റില്ല. ആ സിനിമയ്ക്ക് ഒരു ടോട്ടാലിറ്റി ഉണ്ട്. ഇവിടെ എല്ലാവരും സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ എന്തൊരു ഷോട്ടായിരുന്നു. അപ്പം അവിടെ നമ്മൾ ആ സിനിമയുടെ ടോട്ടാലിറ്റി, സിനിമ എന്നുള്ള, ഇപ്പൊ ഞാൻ പറയട്ടെ, എന്തൊരു കണ്ണുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ടോട്ടാലിറ്റി നമ്മൾ കണ്ടില്ല, കണ്ണ് മാത്രമേ കണ്ടുള്ളൂ എന്നാണ്. അങ്ങനെ ഒരു തകരാറ് നമ്മുടെ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ സിനിമയുടെ പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ ബോധം. ഇപ്പൊ ഗുഡ് ബൈ ലെനിൻ പോലൊരു സിനിമ കണ്ടിട്ട് അതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ രാഷ്ട്രീയം അറിയില്ല. അപ്പം അതൊരു മൊത്തം തലമുറയുടെ മൂല്യച്യുതിയുടെ ഭാഗമായിട്ട് കണക്കിലെടുക്കണം. സിനിമയുടെ പ്രണയം തുടങ്ങുന്നത് എവിടെ വെച്ചാ?